നമസ്കാരം. ജോസഫ് അന്നംകുട്ടി ജോസ് എഴുതിയ ആരും കാണാത്ത യുദ്ധങ്ങൾ എന്നുള്ള പുസ്തകം ഞാൻ വായിച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് അത് വായിച്ചു തീർത്തത്. അതിൽ 18 അധ്യായങ്ങളിലൂടെ വളരെ നല്ല രീതിയിൽ ബന്ധങ്ങളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും മനുഷ്യരുടെ വികാരങ്ങളെക്കുറിച്ചും അവരുടെ യുദ്ധങ്ങളെക്കുറിച്ചുമൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ദൈവമുണ്ടോ ദൈവമേ എന്നുള്ളൊരു അധ്യായത്തിലെ ഒരു പദപ്രയോഗവും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യവുമാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ അദ്ദേഹം പ്രയോഗിക്കുന്ന ഒരു പദമാണ് ബേസിക് അത്ഭുതം എന്നുള്ളത്. അത്ഭുതവും ബേസിക്കും പലപ്പോഴും ചേർന്ന് പോകാറില്ല. കാര്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും അത്ഭുതത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തില്ല, അത്ഭുതങ്ങൾ നമുക്ക് ബേസിക് ആയിട്ടും പറയാൻ പറ്റില്ല. ഇതിൽ ജോസഫ് തൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വളരെ ദൈവവിശ്വാസിയാണ്, സോക്കോൾഡ് വിശ്വാസിയാണ്, എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മ അങ്ങനെ ഒരുപാട് വിശ്വാസമൊന്നും പുറത്ത് പ്രകടമായിട്ട് കാണിക്കാറില്ല, വല്ലപ്പോഴൊക്കെ പള്ളിയിൽ പോവുള്ളൂ. അപ്പോൾ ഇതിൽ അമ്മയോട് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് അമ്മ പറയുന്ന കാര്യമാണത്. നീ പറയണ ഏത് വിശുദ്ധന്മാരെക്കാളും വലിയ അത്ഭുതം ഈ മനുഷ്യനാണ്. ഒരാളെ കുറിച്ച് പറയാം. രോഗങ്ങൾ സൗഖ്യമാക്കാൻ ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട്, കാണാതെ പോയ സാധനങ്ങൾ കണ്ടെത്താൻ പോലീസുണ്ട്, അസാധ്യ കാര്യങ്ങൾ നടത്താനൊക്കെ ഒരു പരിധിവരെ പണം കൊണ്ട് മനുഷ്യന് സാധിക്കും. പക്ഷേ സ്നേഹത്തോടെ കൂടെ ആയിരിക്കുക, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു വെളിപ്പാടകലെ ഉണ്ടായിരിക്കുക, നമ്മളെ വിശ്വസിക്കുക, പരിഗണിക്കുക എന്നൊക്കെ പറയുന്നതാണ് എൻ്റെ കണ്ണിൽ മനുഷ്യന് വേണ്ട ബേസിക് അത്ഭുതം. അല്ലേ? ഒന്നുകൂടി വായിക്കാം. സ്നേഹത്തോട് കൂടെ ആയിരിക്കുക, എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു വെളിപ്പാടകലെ ഉണ്ടായിരിക്കുക, നമ്മളെ വിശ്വസിക്കുക, പരിഗണിക്കുക എന്നൊക്കെ പറയുന്നതാണ് എൻ്റെ കണ്ണിൽ മനുഷ്യന് വേണ്ട ബേസിക് അത്ഭുതം. അപ്പോൾ ഇദ്ദേഹം പറയാണ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബേസിക് അത്ഭുതം എന്നൊരു പ്രയോഗം കേൾക്കുന്നത്. ഭക്തിയോട് ചേർത്ത് വല്ലാതെ ദുരുപയോഗിക്കപ്പെട്ട ഒരു വാക്കാണ് അത്ഭുതം. ഒരിക്കലും സാധ്യമല്ലാത്തതിനെ സാധ്യമാക്കുക എന്നൊക്കെ ഇതിനെ നിർവചിക്കാം. അങ്ങനെയെങ്കിൽ ബേസിക് അത്ഭുതത്തെ എങ്ങനെ നിർവചിക്കും? സാധ്യമായതിനെ സാധ്യമാക്കുക. യോസേപ്പ് പിതാവിനെ പോലെ. അതാണ് ഈ പറഞ്ഞ ഉദാഹരണം. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരാൾക്ക് എത്താവുന്ന ഏറ്റവും മഹത്തരമായ ഇടം നല്ല മനുഷ്യനായിരിക്കുക എന്നതാണ്. നമ്മളിലെ മനുഷ്യത്വത്തെ 100% എക്സ്പ്ലോർ ചെയ്യാതെ തൊട്ടതിനും പിടിച്ചതിനും ദൈവമേ എന്ന് വിളിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇതിൽ ദൈവവിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള ഒരു കാര്യമല്ല ഞാൻ ചർച്ചാ വിഷയമാക്കുന്നത്. ഇതിൽ ബേസിക് അത്ഭുതം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്താൽ ദാറ്റ് ഈസ് ആക്ച്വലി മോർ ദാൻ ഇനഫ്. നമുക്ക് റിയൽ ലൈഫിൽ ഒരുപാട് മിറാക്കിൾസ് ഒന്നും ആവശ്യമില്ല. പലപ്പോഴും ഈ മിറാക്കിൾസ് സിദ്ധിയുടെ പേരിലാണെങ്കിലും പല കാര്യങ്ങളുടെ പേരിലാണെങ്കിലും ഈ മിറാക്കിൾസ് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയെ ഡീവിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രാഥമികമായിട്ട് നമുക്ക് വേണ്ട, നമുക്ക് ചെയ്യാവുന്ന, നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ചെയ്താൽ തന്നെ ജീവിതവും ലോകവും മനോഹരമാക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ശ്രദ്ധയെ ഡീവിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മിറാക്കിൾസ് എന്നുള്ളത്. സിദ്ധികളോ ഏത് പേരോ ആയിക്കോട്ടെ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന, നമ്മൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ നിന്നുള്ള നമ്മുടെ ശ്രദ്ധ പോവുകയും നമുക്കതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാകാതാവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ശ്രദ്ധ തിരിച്ച് ഈ റുട്ടീൻ കാര്യങ്ങളിലേക്ക്, വളരെ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ റിയൽ ലൈഫിൽ, ഡെയിലി ലൈഫിൽ നമ്മളിത് എപ്പോഴും ഓർക്കണം. ഓക്കെ. സിദ്ധികളുടെ മുമ്പിൽ ഇതിൽ ഒരു അടുത്ത കാലത്ത് വായിച്ച കുട്ടികളുടെ പുസ്തകത്തിൽ ഒരു കഥയും ഓർമ്മ വരുന്നു. ഒരു സന്യാസി, ഒരു സിദ്ധൻ, അദ്ദേഹം കുറേ തപസ്സൊക്കെ ചെയ്ത് വെള്ളത്തിന് മുകളിലൂടെ നടക്കാനുള്ള സിദ്ധി നേടുകയാണ്. അത് കഴിഞ്ഞ് അയാൾക്ക് കുറച്ച് അഹങ്കാരമൊക്കെ വരുന്നുണ്ട്. കുട്ടികളുടെ കഥയാണ്. അത് കഴിഞ്ഞ് കുറച്ച് നാൾക്ക് ശേഷം അയാൾ മറ്റൊരു ഗ്രാമത്തിലെത്തുമ്പോൾ ഒരു പുഴയുടെ അങ്ങേക്കരയിൽ മറ്റൊരു സന്യാസി ശാന്തമായിട്ട് തന്നെ തപസ് ചെയ്യാണ്. അപ്പോൾ ഇയാൾക്ക് കുറച്ച് അഹങ്കാരമായി. എന്നെക്കാളും വലിയ സന്യാസിയാണോ, സിദ്ധനാണോ ഇയാൾ? മറ്റേ ആൾ എൻ്റെ സ്ഥിതി ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇയാൾ വെള്ളത്തിന് മുകളിൽ കൂടി നടന്ന് അപ്പുറത്തെത്തുകയാണ്. ശരിക്കും അവിടെ തോണിക്കാരനുണ്ട്. അപ്പുറത്തെത്തിയിട്ട് ഇയാൾ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് എൻ്റെ സ്ഥിതി? അപ്പോൾ മറ്റേ സന്യാസി പറയുന്നുണ്ട്, ഇത് നിങ്ങൾ തോണിക്കാരന് 2 രൂപ അല്ലെങ്കിൽ 1 രൂപ കൊടുത്താൽ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. ഇതിനു വേണ്ടിയാണോ നിങ്ങൾ നിങ്ങളുടെ തപശക്തി ഉപയോഗിച്ചത്? എന്താണ് ഇതുകൊണ്ട് കാര്യമുള്ളത്? ഇതുകൊണ്ട് എന്താണ് നിങ്ങൾ നേടിയതെന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും ഈ വായുവിൽ നിന്ന് ഭസ്മം എടുക്കലാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും പ്രത്യേകിച്ച് ആർക്കും വലിയ ഗുണമൊന്നുമില്ലാത്ത, വെറുതെ ഞാനൊരു വലിയൊരു ആളാണ് എന്ന് കാണിക്കത്തക്ക രീതിയിലുള്ള അത്ഭുതങ്ങളുടെ പുറകെ പോയിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നമുക്ക് ഗുണമുള്ള കാര്യങ്ങളിൽ, ആർക്കെങ്കിലുമൊക്കെ ഗുണമുള്ള കാര്യങ്ങളിൽ നമ്മുടെ ബേസിക് സ്കിൽസ് ഇൻവെസ്റ്റ് ചെയ്യുക. അതുവഴി നമ്മൾ താമസിക്കുന്ന, ജീവിക്കുന്ന ഇടങ്ങൾ കുറച്ചുകൂടി മനോഹരമാക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. വ്യക്തിയാണെങ്കിലും സിദ്ധനാണെങ്കിലും ആരാണെങ്കിലും, ദൈവവിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ബേസിക് അത്ഭുതങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ലോകം നന്നാവും, നമ്മൾ നന്നാവും, നമ്മൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യതകൾ കുറയുകയും ചെയ്യുമെന്നുള്ളത് വളരെ പ്രസക്തമാണ്. അപ്പോൾ ഈ കാര്യം ഓർക്കുക. പിന്നെ ബേസിക് അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിൽ പറയുന്ന നല്ലപ്പൻ എന്നുള്ളൊരു ചാപ്റ്ററിനെ കുറിച്ചും ഒരു വാക്ക് പറയാൻ തോന്നുന്നു. ഇതിൽ ജോസഫിൻ്റെ ബ്രദർ അരുണിൻ്റെ 2 മക്കളുണ്ട്. അപ്പോൾ അവരിൽ ഒരാൾ ആഗി. ഈ ജോസഫ് പ്രേതകഥകൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ആഗിക്ക് ഇടയ്ക്ക് പേടിയാണ്. അപ്പോൾ ആഗി ഒരു കാര്യം ചെയ്തു. ആഗിയുടെ അച്ഛൻ അരുണിനോട് അടുത്ത് നിൽക്കാൻ, അപ്പുറത്ത് മുറി നിൽക്കാൻ പറഞ്ഞു. എപ്പോഴെങ്കിലും പേടി തോന്നുമ്പോൾ ആഗി ഇങ്ങനെ വിളിക്കുമ്പോൾ യുവർ അപ്പ ഈസ് ഹിയർ എന്ന് പറയണം.
പ്രേതകഥ പറച്ചിലിന് കയറുന്നതിന് മുമ്പ് ആഗി ചെന്ന് അവളുടെ അപ്പനോട്, അതായത് എൻ്റെ ചേട്ടൻ അരുണിനോട് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഞാൻ അപ്പ എന്ന് വിളിക്കുമ്പോഴൊക്കെ വിളി കേൾക്കണം. യുവർ അപ്പ ഈസ് ഹിയർ എന്ന് മറുപടി പറയണം. ഞാൻ പ്രേതകഥ ആരംഭിക്കും. റൂം കുറ്റിയിടും. കഥയിൽ പേടി തോന്നുന്ന സന്ദർഭങ്ങളിൽ അവൾ ഉറക്കെ അപ്പ എന്ന് വിളിക്കും. എൻ്റെ ചേട്ടൻ യുവർ അപ്പ ഈസ് ഹിയർ എന്ന് പറയുമ്പോൾ ഭയന്നിരിക്കുന്ന അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടരും. അവൾ പിന്നെയും ധൈര്യപൂർവ്വം ഇരിക്കും. അടുത്ത ഭയപ്പെടുത്തുന്ന ഭാഗം വരുമ്പോൾ അവൾ ഉറക്കെ അപ്പ എന്നലറും. ആദ്യ വിളിയിൽ കേട്ടില്ലെങ്കിൽ അപ്പ അപ്പ എന്നവൾ ഉറക്കെ നിലവിളിക്കും. ആഗി അപ്പ ഈസ് ഹിയർ എന്ന് ചേട്ടനും ഉറക്കെ പറയും. കണ്ണുനീർ മെല്ലെ തുടച്ചുകൊണ്ട് അവൾ ഒരു ചിരി ചിരിക്കും. മഴയത്ത് മഴവില്ല് പോലെ. ജീവിതത്തോളം പേടിപ്പിക്കുന്ന മറ്റൊരു പ്രേതകഥയുമില്ലെന്ന് എൻ്റെ ആഗിമോളും അലക്സയും വൈകാതെ മനസ്സിലാക്കും. ജീവിതം ഇങ്ങനെ അവളെ കൃത്യമായ ഇടവേളകളിൽ ഭയപ്പെടുത്തുമ്പോൾ അവൾ പതറാതെ മുമ്പോട്ട് പോകുമെന്നും വെല്ലുവിളികളെ നേരിടുമെന്നും എനിക്കുറപ്പാണ്. കാരണം അവളുടെ കരച്ചിലുകൾക്ക് വിളി കേൾക്കാൻ യുവർ അപ്പ ഈസ് ഹിയർ എന്ന് പറയാൻ അവൾക്കൊരു നല്ലപ്പനുണ്ട്. എൻ്റെ അമ്മ അരുണിനെ 30കളിൽ വാത്സല്യം കൊണ്ട് മാമോദീസ മുക്കിയിട്ട പേരാണ് നല്ലപ്പൻ അഥവാ നല്ലൊരപ്പൻ. ഇത് ബേസിക് അത്ഭുതത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. നമ്മുടെ കുട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കുക ഏത് പ്രതിസന്ധിയിലും. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാവും, ജീവിതം ഫെയർ ആയിട്ടാണോ അൺഫെയർ ആയിട്ടാണോ അവരോട് പെരുമാറുക, അൺഫെയർനെസ് എന്നൊരു കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ആ സിറ്റുവേഷൻസിൽ പലരെയും നമുക്ക് മാറ്റാൻ കഴിഞ്ഞൊന്നും വരില്ല. എങ്കിലും ഏതൊരു സിറ്റുവേഷനിലും ഇതിൽ പറയുന്ന പോലെ യുവർ അപ്പ ഈസ് ഹിയർ എടുത്ത് പറയാൻ കഴിഞ്ഞാൽ അത് ഒരു പാരൻ്റ് നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബേസിക് അത്ഭുതമാണ്. അതുപോലെ നമ്മുടെ പങ്കാളിയുടെ അടുത്ത്, നമ്മുടെ അച്ഛനമ്മമാരുടെ അടുത്ത് ഏതൊരു അവസരത്തിലും എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഭാര്യ കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നത് അതൊരു ബേസിക് അത്ഭുതമാണ്. അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ചില ബുദ്ധിമുട്ടുകളിലും നമ്മൾ കൂടെ ഉണ്ടാകും എന്ന് പറയുന്നത് അതും ഒരു ബേസിക് അത്ഭുതമാണ്. നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടായാൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ഒപ്പമുള്ളവരുടെ കൂടെ നമ്മൾ ചേർന്ന് നിൽക്കുമെന്ന് പറയാൻ കഴിഞ്ഞാൽ അതും ഒരു ബേസിക് അത്ഭുതമാണ്. അപ്പോൾ ബേസിക് അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക, ബേസിക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരാളാവാൻ ശ്രമിക്കുക. ഈ ലോകത്തിന് വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ചെറിയ ചെറിയ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്ന സാധാരണ മനുഷ്യരെയാണ് ഇന്നത്തെ കാലത്ത്, ഏതൊരു കാലത്തും ഈ ലോകത്തിന് ഏറ്റവും അധികം വേണ്ടത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ ഈ പുസ്തകത്തിലെ ഈ 2 ഭാഗങ്ങൾക്ക് കഴിഞ്ഞു. ശരി, ബൈ.